സുപ്രീം കോടതി വിറപ്പിക്കുകയാണ്. 41ാമത്തെ കേസ്, അതീവ നിർണായകമായ കേസ്. കോടതി മുറിയിൽ ഈ കേസ് കഴിഞ്ഞ അർദ്ധരാത്രിക്ക് ശേഷം തളം കെട്ടി നിൽക്കുകയാണ്. ഹർജിക്കാർ ഓരോരുത്തരായി ആ കേസ് ആദ്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതി മുഖം തിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷിയായത്. പ്രതിപക്ഷ നേതാവായ രാഹുലിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അമിത്ഷായുടെ വിശ്വസ്തന്റെ കയ്യിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ താക്കോൽ ഒരു പാതിരാത്രി ഏൽപ്പിക്കുമ്പോൾ ഇവിടുത്തെ 140 കോടി ഇന്ത്യൻ ജനതയ്ക്കും ആകെ ആശ്വാസമുണ്ടായിരുന്നത് സുപ്രീം കോടതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് വഴങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമന രീതി മാറ്റിയതിനെതിരായ ഹർജികൾ അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യമാണിപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. പാതിരാ നിയമനത്തെ ഒരു ചോദ്യം കൊണ്ടുപോലും ചോദിച്ചില്ല എന്ന് ഓർക്കണം. ജനാധിപത്യത്തിന്റെ അതിജീവനത്തിന് അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ് കേസെന്ന് ബോധിപ്പിച്ച അഭിഭാഷകനോട് എല്ലാ കേസുകളും തങ്ങൾക്ക് പ്രധാനമാണെന്നും ഒരു കേസ് മാത്രം വലുതല്ല എന്നും പറഞ്ഞാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഈ ആവശ്യം നിരാകരിച്ചത്. കേസ് ഇന്ന് പരിഗണിക്കരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടെ സമാന ഹർജിയുമായി മഹുവ മൊയ്ത്രയും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും പാതിരാ നിയമനം അനാദരവും മര്യാദകേടുമാണെന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സെലക്ട് കമ്മിറ്റി യോഗത്തിന്റെ വിയോജന കുറിപ്പായി പറഞ്ഞു വെച്ചത്. സുപ്രീം കോടതി ഈ കേസ് കേൾക്കുന്നതുവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുക്കാനുള്ള യോഗം മാറ്റിവെക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. ആര് കേൾക്കാൻ? എന്നാൽ ആദ്യ 4 കേസുകൾ മാത്രം കേട്ട ബെഞ്ച് 41ാമത്തെ ഇനമായ പട്ടികയിൽപ്പെടുത്തിയ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, കോൺഗ്രസ് നേതാവ് ജയ ഠാക്കൂർ തുടങ്ങിയവർ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ ബുധനാഴ്ച എടുക്കാതെ മാറ്റിവെച്ചു. മാർച്ച് 19-ന് ഇനി ഈ കേസ് പരിഗണിക്കൂ എന്നും ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിഷയത്തിന്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് ഇന്നലെ എടുക്കാനിരുന്ന കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് അതിനു തൊട്ടു മുൻപുള്ള ചൊവ്വാഴ്ച മുതൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ബുധനാഴ്ച അഥവാ ഇന്നലെ രാവിലെ കോടതി ചേർന്നപ്പോഴും ഭൂഷൺ അതേ കാര്യം തന്നെ പറഞ്ഞു. എന്നാൽ തനിക്ക് ഭരണഘടനാ ബെഞ്ചിൽ കേസുള്ളതിനാൽ ഇന്ന് പരിഗണിക്കാതെ മാറ്റിവെക്കണമെന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടത്. SG ഇല്ല എന്ന് കരുതി എല്ലാ കേസുകളും മാറ്റിവെക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാരിന് 17 ഓഫീസർമാർ വേറെ ഉണ്ട് എന്നൊക്കെ ഭൂഷൺ ഇവിടെ പറഞ്ഞുവെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. എന്നാൽ മേത്ത ഒഴിവാക്കുക എപ്പോഴാണെന്ന് അറിയിച്ചാൽ മതി എന്ന മാത്രമായിരുന്നു ബെഞ്ചിന്റെ പ്രതികരണം. 2 മണിക്ക് കോടതി ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ചേർന്നപ്പോൾ അഡ്വക്കേറ്റ് വരുൺ ഠാക്കൂർ അടിയന്തരമായി കേസെടുക്കാൻ വീണ്ടും അപേക്ഷിച്ചു. പ്രസ്തുത വിഷയം ജനാധിപത്യത്തിന്റെ അതിജീവനത്തിന് അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് എല്ലാ കേസുകളും തങ്ങൾക്ക് പ്രധാനമാണെന്നും ഒരു കേസ് മാത്രം വലുതല്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പ്രതികരിച്ചത്. സർക്കാർ മാത്രമായി കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് 140 കോടി ജനങ്ങളെ ബാധിക്കുമെന്ന് ഠാക്കൂർ വാദിച്ചപ്പോൾ അസമയത്ത് കേസുകാര്യം പറയേണ്ട എന്നാണ് ബെഞ്ചിന്റെ പ്രതികരണം. ഏറ്റവും ഒടുവിൽ ബുധനാഴ്ച നടപടികൾ അവസാനിപ്പിച്ച് പിരിയാൻ നേരം അടുത്ത ഏതെങ്കിലും ഒരു ദിവസം വിഷയം എടുക്കണമെന്ന് അപേക്ഷിച്ചു. അടുത്ത മാസം 19-ന് നോക്കാമെന്നായിരുന്നു കോടതിയുടെ മറുപടി. 1 മണിക്കൂർ മാത്രം മതി ഇതിനെന്ന് പറഞ്ഞ ഭൂഷൺ മറ്റൊരു ദിവസം നോക്കട്ടെ എന്നാണ് അപ്പോഴും ബെഞ്ചിന്റെ മറുപടി നൽകൽ.